FM 94.3. സമയം അങ്ങനെ 10 മണി കഴിഞ്ഞ് 1 മിനിറ്റും 8 സെക്കൻഡും ആയിരിക്കുകയാണ്. ദിസ് ഇസ് നവീന ഓൺ ക്ലബ് FM 94.3. യെസ്, അപ്പം നമ്മൾ പറഞ്ഞു വന്ന കാര്യം ഇംഗ്ലീഷ് പഠിച്ച ഒരു കാര്യമാണ്. അതായത് നമ്മുടെ ചന്തേര ഇസത്തുൽ ഇസ്ലാം ELP സ്കൂളിലെ റെജിന ടീച്ചർ ടീച്ചറിൻ്റെ ക്ലാസ്സിലെ സ്റ്റുഡൻസിന് നല്ല അസലായിട്ട് ഇംഗ്ലീഷ് വായിക്കാനും എഴുതാനും പറയാനും ഒക്കെ തന്നെ നല്ല ഉഷാറായിട്ട് വളരെ ഫ്ലുവൻ്റ് ആയിട്ട് അത് പഠിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും എങ്ങനെയാണ് ടീച്ചർ കുട്ടികളിലേക്ക് ഇംഗ്ലീഷ് എന്ന ഒരു ലാംഗ്വേജിന് കൂടുതൽ എത്തിച്ചത്? യെസ്, ഇന്നത്തെ ഈ മോർണിംഗിൽ ആ കാര്യം തന്നെയാണ് നമ്മൾ അറിയാൻ പോണത്. എന്റെ പേര് റെജീന. ഞാൻ ഇസത്തുൽ ഇസ്ലാം ELP സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. കഴിഞ്ഞ 17 വർഷമായി സർവീസ് ഉണ്ട്. ഞാൻ ഇപ്പൊ ഈ വർഷം 4ാം ക്ലാസ്സിൽ ഇംഗ്ലീഷും മാത്സും ആണ് എടുക്കുന്നത്. അപ്പൊ ടീച്ചറിന്റെ വിഷയം ഇംഗ്ലീഷ് അല്ലെ? ഇംഗ്ലീഷ് കുട്ടികളിലേക്ക് കൂടുതൽ ഉഷാറാക്കാൻ വേണ്ടിട്ട് ഒരു ഉഗ്രൻ സംഭവം സ്കൂളിൽ ചെയ്തു. അതെ, ഇപ്പൊ പാരന്റ്സിന് പ്രത്യേകിച്ച് നമ്മൾ 5ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികളാണ്. അപ്പൊ നമ്മൾ സ്കൂളിൽ നിന്ന് പോകുന്ന മറ്റൊരു സ്കൂളിലേക്ക് പോകുമ്പോൾ പാരന്റ്സിനുള്ള പ്രത്യേക ആശങ്കയാണ് ഇംഗ്ലീഷിൽ കുട്ടികൾ മികവ് കാണിക്കണം. ഈ വർഷം മികവായി ഏറ്റെടുത്തത് ഇംഗ്ലീഷ് LSRW ഫോക്കസ് ചെയ്ത് കുട്ടികൾ നന്നായി സംസാരിക്കാനും നന്നായി എഴുതാനും ഉള്ള ഒരു സ്കില്ല് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതിൽ രൂപപ്പെട്ടതാണ് ഈ 1000 പുസ്തകങ്ങൾ. അപ്പൊ എന്താണ് 1000 പുസ്തകങ്ങൾ കുട്ടികൾ ഉണ്ടാക്കിയോ? കുട്ടികൾ എഴുതിയോ? കൃത്യമായ ഒരു പ്ലാനിങ് വെച്ച് എന്റെ കൂടെ ഞാൻ ഒറ്റക്കല്ല, വിനയ മാഷും കൂടി ഉണ്ടായിരുന്നു. ജൂൺ മാസം മുതൽ ഡിസംബറായി കേന്ദ്രീകരിച്ചു. ആദ്യത്തെ മാസം ജൂൺ മാസം അവർ 8 ഗ്രൂപ്പുകളായി. ഒരു ഗ്രൂപ്പിൽ 5 പേരടങ്ങുന്ന 40ഓളം കുട്ടികൾ, 41 കുട്ടികളുണ്ട്. അതിലൊരു ഗ്രൂപ്പിൽ 6 പേര് ആദ്യം ഗ്രൂപ്പായി. അത് സ്ഥിരം ഗ്രൂപ്പാണ്. 7 മാസവും അവരങ്ങോട്ടും ഇങ്ങോട്ടും മാറാറില്ല ഗ്രൂപ്പിൽ നിന്ന്. അപ്പൊ അവർ തമ്മിൽ തന്നെ ഒരു വാശിയായി. ഞങ്ങൾ നന്നായി എഴുതണം, ഞങ്ങൾ നന്നായി പറയണം, ഞങ്ങൾ നന്നായി പഠിക്കണം എന്നുള്ളൊരു വാശി കുഞ്ഞുങ്ങളിൽ വന്നു. പിന്നീട് ജൂൺ മാസം ചെറിയ ചെറിയ കുഞ്ഞു ഡയലോഗ്സിലാണ് പ്രാധാന്യം കൊടുത്തത്. ഇംഗ്ലീഷിൽ മലയാളത്തിൽ അവർക്കറിയുന്ന കഥകളുടെ ചിത്രം വരക്കുക, അതിന് ഡയലോഗ്സ് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ജൂൺ മാസം ഫോക്കസ് ചെയ്തത്. ജൂലൈ മാസം ആകുമ്പോഴത്തേക്ക് അതിന് കുറച്ചും കൂടെ ഡയലോഗ്സ് മാത്രമല്ല, ഒരു ചിത്രം പേസ്റ്റ് ചെയ്ത് അതിന് കൂടുതൽ വിശദീകരണം തേടുന്ന രീതിയിൽ ഇംഗ്ലീഷിൽ എഴുതാൻ വേണ്ടി ശീലിച്ചു. അപ്പോഴൊരു പ്രശ്നം വന്നു, കുട്ടികൾക്ക് അത് എഴുതാൻ പറ്റുന്നില്ല. എന്നോടും മാഷോടും വന്ന് സംശയങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവർ ശരിയായ ഒരു ഗ്രാമർ കുട്ടികളിൽ ഗ്രാമർ നമ്മൾ പരിചയപ്പെടുത്തുന്നില്ലെങ്കിലും റൈറ്റിംഗ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ അത് നന്നായി എഴുതണം. അപ്പൊ ആ ഒരു ഇത് അവിടെ നിർത്തിവെച്ച് പിന്നീട് ചെയ്തത് കുറെ ലൈബ്രറി പുസ്തകങ്ങൾ, മാജിക് പോട്ട്, ഇങ്ങനെയുള്ള ഇംഗ്ലീഷ് മാസികകൾ 1 മാസക്കാലം വായിച്ച് അത് തന്നെ പകർത്തി എഴുതാൻ കൊടുത്തു. ആ പകർത്തി എഴുതുമ്പോൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സ്ട്രക്ചർ, അതിന്റെ ഘടന എല്ലാം നന്നായി മനസ്സിലാക്കണമെന്ന്. ആ 1 മാസ കാലയളവിൽ അവര് പകർത്തി എഴുതി കൊണ്ടുവന്ന പുസ്തകങ്ങൾ കഴിഞ്ഞതിന് ശേഷം വീണ്ടും നിർത്തിവെച്ച അവർക്ക് സ്വന്തമായി എഴുതാൻ കൊടുത്തപ്പോൾ വളരെ വലിയൊരു മാറ്റം. അപ്പൊ വായന എന്നുള്ള ആ ഒരു ലൈബ്രറി പുസ്തകങ്ങളും മറ്റ് ഇംഗ്ലീഷ് മാസികകളും വായിച്ച് അതാണ് ഞാൻ പറഞ്ഞത്, കുട്ടികളാണ് ഇത് ഏറ്റെടുത്തത്, കുട്ടികളാണ് ചെയ്തത്. നമ്മളൊരു മാർഗനിർദ്ദേശം നൽകിയതേ ഉള്ളൂ. ആ വായനയിലൂടെ കുട്ടികൾ എഴുതാൻ പഠിച്ചു. കുട്ടികൾ നന്നായി സംസാരിക്കും, വായിക്കുകയൊക്കെ ചെയ്യുമെങ്കിൽ എഴുത്തിൽ അവർക്ക് ഇംഗ്ലീഷിൽ ഭയങ്കര ഒരു പ്രോബ്ലം ഉണ്ട്. എഴുതുമ്പോൾ നമ്മൾ കറക്റ്റായി എഴുതണമല്ല. ആ ഒരു പ്രശ്നം ഈ ഒരു 1000 പുസ്തകങ്ങളിലൂടെ പരിഹരിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഓഗസ്റ്റ് മാസത്തില് കോൺവെർസേഷൻ, നമ്മൾ സാധാരണ വാട്ട്, എന്ത്, വേറെ, എവിടെ അങ്ങനെ മലയാളം പഠിക്കുന്നതിന് പകരം കോൺവെർസേഷൻ ആകുമ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ്, വാട്ട്, വേർ, വെൻ, ഹൗ മച്ച് അങ്ങനെ വരുന്ന കോൺവെർസേഷൻസ് അവർ എഴുതുമ്പോൾ അതിനുള്ള ഉത്തരങ്ങൾ എഴുതുമ്പോൾ ആ ക്വസ്റ്റ്യൻ വേർഡ് പരിചയപ്പെടുത്തി കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ പഠിച്ചു. ഏതെല്ലാം കോൺവെർസേഷൻ എഴുതണമെന്ന് അവർ തന്നെ തീരുമാനിച്ചു. ഇപ്പൊ ടീച്ചർ, സ്റ്റുഡന്റ്, ഷോപ്പിൽ പോയാൽ കസ്റ്റമർ ആയിട്ട്, അങ്ങനെയുള്ള പലതരം വെറൈറ്റി കോൺവെർസേഷൻസ് തയ്യാറാക്കി. പിന്നത്തെ മാസം ഫോക്കസ് ചെയ്തത് ഡിസ്ക്രിപ്ഷൻസ് ആണ്. ഒരു കാര്യം കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു ചിത്രം കാണുമ്പോൾ അത് നന്നായി എങ്ങനെ എഴുതാം എന്നുള്ളത്. അതാണ് ആ പുസ്തക വായനയിലൂടെ ഏറ്റവും കുട്ടികൾക്ക് ഉപകാരമായി എഴുതാൻ പറ്റിയത് ഡിസ്ക്രിപ്ഷൻസ് ആണ്. വളരെ നന്നായി എഴുതാൻ പഠിച്ചു. പിന്നീട് തോട്ട്സ്, ഡയറി, പിന്നെ വേണ്ട ഒരു 100ഓളം വെറൈറ്റി പുസ്തകങ്ങളാണ് ഡിസംബർ മാസം ആകുമ്പോഴേക്ക് കുട്ടികളിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുള്ളത്. ലാസ്റ്റ് മാസം ഡിസംബർ മാസം ചെയ്തത് പുസ്തകങ്ങൾ ഉണ്ടാക്കുന്നത് നിർത്തി ഇത് പറയിപ്പിക്കുകയാണ്. ഓരോ പുസ്തകവും മറ്റുള്ള ഗ്രൂപ്പിന് പരിചയപ്പെടുത്തി കൊടുക്കുക. സ്പീക്കിംഗ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി അത് പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി ഇവരെ ഇംഗ്ലീഷിൽ പറയിപ്പിക്കുക. ആദ്യമൊക്കെ കുറെ തെറ്റുകളെല്ലാം പറഞ്ഞു. പിന്നെ അവർക്കൊരു കോൺഫിഡൻസ് വന്നു മറ്റുള്ളവരെ മുമ്പിൽ ഇംഗ്ലീഷ് പറയാമെന്നുള്ളത്. പിന്നെ അവർ അടിയായി, അങ്ങോട്ടും ഇങ്ങോട്ടും പറയണമെന്നുള്ളൊരു മത്സരമായി. അവരുണ്ടാക്കി വെച്ച പുസ്തകങ്ങൾ അവർ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുത്തു. ക്ലാസ്സിലുള്ള മറ്റു ഗ്രൂപ്പുകൾക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുത്തു ഇംഗ്ലീഷിൽ തന്നെ. അപ്പൊ എന്തായാലും ടീച്ചറിന്റെ അല്ലേ ചെറിയൊരു ഇനീഷ്യേറ്റീവ്, ചെറിയൊരു തോട്ട് കുട്ടികളിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കി എന്നുള്ളത് വലിയ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലേ? ഈ ടീച്ചർ പറഞ്ഞ പോലെ ഒരു മലയാളം മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികൾ അസലായിട്ട് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാന്ന് പറയുമ്പം അത്
അടിപൊളിയായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്, അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ. ഓക്കെ, താങ്ക് യു. യെസ്, അപ്പം എന്തായാലും രജനി ടീച്ചറാണ് ഇന്നത്തെ ഈ ദിവസം ഇപ്പം നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തത്. നമ്മുടെ ചന്തേര ഇസത്തുൽ ഇസ്ലാം ALP സ്കൂളിലെ 4ാം ക്ലാസ്സിലെ അധ്യാപികയാണ് ടീച്ചറിൻ്റെ സ്റ്റുഡൻസിനെയാണ് ഇപ്പം കുറച്ച് മാസങ്ങൾ കൊണ്ട് ഇംഗ്ലീഷിൽ വലിയ ടീംസാക്കി മാറ്റിയിട്ടുള്ളത്, അടിപൊളിയായിട്ടുള്ള കുട്ടികളാക്കി മാറ്റിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ശരിക്കും ഇതൊരു മാതൃക തന്നെയാണല്ലേ മറ്റുള്ള ടീച്ചേഴ്സിന് സ്റ്റുഡൻസിനൊക്കെ തന്നെയും ഇതൊന്ന് ആലോചിക്കാവുന്നതാണ്. അറ്റ്ലീസ്റ്റ് ഇതാ ഇപ്പം വെക്കേഷൻ ടൈമിലേക്കൊക്കെ എത്തി നിൽക്കുകയാണ്. സോ കുട്ടികൾക്ക് തന്നെ വീട്ടിൽ നിന്ന് ഇംഗ്ലീഷ് പുസ്തകങ്ങളിൽ കൈകാര്യം ചെയ്യുന്നത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് നമുക്ക് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ അതിനെപ്പറ്റി ആലോചിക്കൂ. ഓക്കെ, ഇന്നലെ 10 മണി കഴിഞ്ഞ് 7 മിനിറ്റ് നമീനയാണ് കൂടെയുള്ളത്. ക്ലബ് FM ആണ്.